ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാമെന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ചോദ്യവും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: നാസയുടെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. കാത്തി സുല്ലിവാനാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത വിജയികൾക്കുള്ള കൺഗ്രാജുലേഷൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കമന്റുകളും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഖേലോ ഇന്ത്യ പദ്ധതിയുടെ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്തതിൽ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഏത് സ്ഥാപനത്തെയാണ് ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് മികവിന്റെ കേന്ദ്രാലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്? കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലുള്ള GV രാജ സ്പോർട്സ് സ്കൂളിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിലെ GV രാജ സ്കൂളിനെയാണ്, തിരുവനന്തപുരം ജില്ലയിലെ GV രാജ സ്കൂളിനെയാണ് ഖേലോ ഇന്ത്യ പദ്ധതിയുടെ മികവിന്റെ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ ഫണ്ടുകൾ, കായിക മന്ത്രാലയത്തിന്റെ കൂടുതൽ ഫണ്ടുകൾ ഇതിനുവേണ്ടി അനുവദിക്കുന്നു. അതുപോലെ തന്നെ ഒളിമ്പിക്സ് മത്സര ഇനങ്ങൾ തന്നെ ഇവിടെ പ്രത്യേക പരിശീലനവും GV രാജ സ്കൂളിൽ ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കോവിഡ് മൂലം നിർത്തിവെച്ച യുവേഫ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് പുനരാരംഭിക്കുന്നത്? അപ്പോൾ COVID-19 മൂലം യുവേഫ ചാമ്പ്യൻഷിപ്പ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിനെ പുനരാരംഭിക്കുന്നത് പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലാണ്. അപ്പോൾ ലിസ്ബണിലാണ് ഇതിനെ ആരംഭിക്കുന്നത്. ലിസ്ബൺ എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിന്റെ തലസ്ഥാനമാണ്. അവിടെയാണ് ഇനി യുവേഫ ചാമ്പ്യൻഷിപ്പ് പുനരാരംഭിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വേൾഡ് ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ. വേൾഡ് ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ എന്ന് പറയുന്നത് ജൂൺ 18 ഓട്ടിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഓട്ടിസവുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് കൊടുക്കുവാൻ വേണ്ടി ആചരിക്കുന്ന ഒരു ദിനമാണ് വേൾഡ് ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജൂൺ 18 ആചരിക്കുന്നത്. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. WHO പറ്റി നമുക്കറിയാം. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ടെഡ്രോസ് അഡ്നോം ആണ് ഇതിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ടെഡ്രോസ് അഡ്നോം ആണ്. ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം: സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ഡേ എന്ന് പറയുന്നത് എന്നാണ് സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ഡേ ആചരിക്കുന്നത്? ജൂൺ 18. അപ്പോൾ ഇന്നത്തെ ജൂൺ 18 മറ്റൊരു പ്രാധാന്യമാണ് സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ഡേ, ജൂൺ 18. അപ്പോൾ 2 ദിനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒന്ന് വേൾഡ് ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ എന്ന് പറയുന്നത് ജൂൺ 18. അതുപോലെ സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ഡേ എന്ന് പറയുന്നതും ജൂൺ 18. മറ്റൊരു ദിനമാണ് വേൾഡ് പിക്നിക് ഡേ. വേൾഡ് പിക്നിക് ഡേയും ആചരിക്കുന്നത് ജൂൺ 18. അപ്പോൾ ജൂൺ 18 വേൾഡ് പിക്നിക് ഡേയും ആചരിക്കുന്നത്. സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ഡേ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് യുനെസ്കോ ആണ്. യുനെസ്കോ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നാഷണൽ എഡ്യൂക്കേഷൻ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനായ യുനെസ്കോ ആണ് ഈ സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ഡേ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസ് ആണ്. പാരീസ്, ഫ്രാൻസ് ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓഡ്രി അസോലെയാണ് ഇതിന്റെ ഡയറക്ടർ ജനറൽ. അപ്പോൾ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഓഡ്രി അസോലെയാണ് ഇതിന്റെ ഡയറക്ടർ ജനറൽ. ആറാമത്തെ ചോദ്യം ഇതാണ്: 75ാമത്തെ UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ്. അപ്പോൾ 75ാമത്തെ UN ജനറൽ അസംബ്ലി നടക്കുകയാണ്. അതിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഓൾക്കാൻ ബോസ്കിറാണ്. UN ജനറൽ അസംബ്ലിയുടെ 75ാമത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 75ാമത്തെ ജനറൽ അസംബ്ലി നടക്കുന്നത് സെപ്റ്റംബർ 15 മുതൽ 30 വരെ, 2020 സെപ്റ്റംബർ 15 മുതൽ 30 വരെയാണ്. ന്യൂയോർക്കിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോൾ 75ാമത് UN ജനറൽ അസംബ്ലി നടക്കുന്നത് ന്യൂയോർക്കിൽ വെച്ചാണ് സെപ്റ്റംബർ 15 മുതൽ 30 വരെ. അപ്പോൾ ഇദ്ദേഹം 178 വോട്ടിനാണ്, സീക്രട്ട് ബാലറ്റ് ആയിരുന്നു. സീക്രട്ട് ബാലറ്റിലൂടെ, രഹസ്യ വോട്ടിലൂടെ 178 വോട്ടുകൾ സപ്പോർട്ടോടു കൂടിയാണ് ഇദ്ദേഹം ആയിട്ടുള്ളത്, വോൾക്കൻ ബോസ്കിർ ആയിട്ടുള്ളത്. ഇദ്ദേഹം തുർക്കി വംശജനാണ്. അപ്പോൾ തുർക്കിയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആര്? വോൾക്കാൻ ബോസ്കിർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടർക്കിസ്റ്റ് ആണ് ആര്?
ഓൾക്കാൻ ബോസ്കർ എന്ന് പറയുന്ന 69 വയസ്സാണ് ഇദ്ദേഹത്തിന്. അടുത്ത ചോദ്യം ഇതാണ്. 2021-22 UN സെക്യൂരിറ്റി കൗൺസിലിന്റെ 8ാമത്തെ ടേംസിലെ നോൺ പെർമനന്റ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്ത്യ, മെക്സിക്കോ, അയർലൻഡ്, നോർവേ. അപ്പോൾ 4 രാജ്യങ്ങളാണ് ഇപ്പോൾ 2021 ഈ 8ാമത്തെ ടേമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നോൺ പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യ, മെക്സിക്കോ, അയർലൻഡ്, നോർവേ. ഇന്ത്യക്ക് 193 രാജ്യങ്ങളിൽ നിന്ന് 184 സപ്പോർട്ടിംഗ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. 184 പേരുടെ പിന്തുണയോടുകൂടിയാണ് ഇന്ത്യ ഇതിലേക്ക് കടന്നു വരുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. പത്മശ്രീ പുരസ്കാരത്തിന് വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ട മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ. അപ്പോൾ ഒരു മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനെ പത്മശ്രീ പുരസ്കാരത്തിന് വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് കൂടി നാമനിർദ്ദേശത്തിൽ വന്നിട്ടുണ്ട്. ആരാണ് അദ്ദേഹം എന്നുള്ളതാണ്. IM വിജയനാണ്. അപ്പോൾ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന IM വിജയന്റെ പേര് കൂടിയാണ് പത്മശ്രീ പുരസ്കാരത്തിന് വേണ്ടി ശുപാർശ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. TVയോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന പുതിയ പദ്ധതി വിദ്യാസഹായി എന്നുള്ളതാണ് പദ്ധതി. വിദ്യാസഹായി. അപ്പോൾ ചോദ്യം ഇതായിരുന്നു. TVയോ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് വിദ്യാസഹായി. 10ാമത്തെ ചോദ്യം ഇതാണ്. ഉത്തേജക നിയമം തെറ്റിച്ചതിന്റെ പേരിൽ 100 മീറ്റർ ലോക ചാമ്പ്യനായ ആർക്കാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് വിലക്ക് ലഭിച്ചിരിക്കുന്നത്? അപ്പോൾ 100 മീറ്റർ ലോക ചാമ്പ്യനായ ഒരാൾക്ക് ഉത്തേജക നിയമം തെറ്റിച്ചതിന്റെ പേരിൽ താൽക്കാലികമായിട്ട് ഇപ്പോൾ വിലക്ക് ലഭിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ കോൾമാൻ ആണ്. US ക്രിസ്ത്യൻ കോൾമാൻ ആണ് താൽക്കാലികമായിട്ടുള്ള വിലക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത്ലറ്റിക്സ് ഇന്റഗ്രിറ്റി യൂണിറ്റ് ആണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ കോൾമാൻ എന്ത് ചെയ്തു? ഉത്തേജക നിയമം പരിശോധനയ്ക്കിടയിൽ ഇദ്ദേഹം ഷോപ്പിങ്ങിന് വേണ്ടി താരം മുങ്ങുകയുണ്ടായി. പിന്നീട് ക്രിസ്മസ് ഷോപ്പിംഗ് നടത്തിയെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലിക വിലക്ക് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ക്രിസ്ത്യൻ കോൾമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു. ഉത്തേജക നിയമം തെറ്റിച്ചതിന്റെ പേരിൽ 100 മീറ്റർ ലോക ചാമ്പ്യനായ ആർക്കാണ് ഇപ്പോൾ താൽക്കാലിക വിലക്ക് ലഭിച്ചത്? ക്രിസ്ത്യൻ കോൾമാൻ. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. കർമ്മഭൂമി വെബ് പോർട്ടൽ ആരംഭിച്ച ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് കർമ്മഭൂമി വെബ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്